റവന്യൂ വകുപ്പ് മന്ത്രിയായി 5 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ എന്തുണ്ട് ലാഭം എന്ന ചോദ്യത്തിന് ഞാൻ അഭിമാനത്തോടെ പറയുക, ഇങ്ങനെ ദുരന്തത്തിൽപ്പെട്ടവരും ഭൂമിയില്ലാത്തവരുമായ ആയിരക്കണക്കിന് മനുഷ്യരുടെ, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരിൻ്റെ ഉപ്പ് വീണ് നനഞ്ഞ കുപ്പായമാണ് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ കുപ്പായം എന്നാണ്. രാഷ്ട്രീയത്തിലെ കണക്കെടുപ്പുകൾക്കും വോട്ട് ചർച്ചകൾക്കുമപ്പുറം മനുഷ്യസ്നേഹത്തിന്റെ ഒരു അപൂർവ സംഗമത്തിന് ഉള്ളൂർ സാക്ഷിയായി. അത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നില്ല, മറിച്ച് കണ്ണീരൊപ്പിയ കൈകൾക്ക് നൽകിയ ഹൃദയത്തിൽ തൊട്ട നന്ദി പ്രകടനമായിരുന്നു. മണ്ണുത്തി മൂർക്കനിക്കരയിലെ വേദിയിലേക്ക് അവർ വന്നത് വയനാടിന്റെ നൊമ്പരവുമായാണ്. തങ്ങളുടെ ദുരന്തകാലത്ത് കൂടെ നിന്ന സ്വന്തം മന്ത്രിയെ കാണാൻ ചൂരൽമലയിൽ നിന്നെത്തിയവർ ആ കൂടിക്കാഴ്ചയിൽ വാക്കുകളേക്കാൾ കൂടുതൽ കണ്ണീരും കരുതലും സംസാരിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത് ആവന്തിക 5ാം ക്ലാസ്സിലേക്കായി. ആവന്തികയുടെ അച്ഛനും അമ്മയും സഹോദരനും മരണപ്പെട്ട ഒരു കുഞ്ഞാണ്. ഞങ്ങളുടെയൊക്കെ വികാരത്തിന്റെ ഒരു ഭാഗമാണ്. അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരും ഓരോ അതിജീവന കഥകളായിരുന്നു. അച്ഛനെയും അമ്മയെയും സഹോദരനെയും നഷ്ടപ്പെട്ട അവന്തിക, 3 കുരുന്നുകളെയും ഒരേ നിമിഷം വിട്ടുപിരിയേണ്ടി വന്ന നയന എന്ന അമ്മ, മകനെ നഷ്ടപ്പെട്ട വേദനയിലും പരിക്കേറ്റ മറ്റൊരു മകനായി പോരാടുന്ന തങ്ക. ഇവർക്കെല്ലാം കെ രാജൻ വെറുമൊരു മന്ത്രിയല്ല, തങ്ങളുടെ സങ്കടങ്ങളിൽ ഓടിയെത്തിയ ഒരു കൂടപ്പിറപ്പാണ്. മണിക്കൂറുകൾ ചെളിക്കടിയിൽ മരണത്തോട് മല്ലിട്ട അരുൺ, ജീവന്റെ തുടിപ്പ് മാത്രം ബാക്കിയായ അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ആ നാടിന്റെ കൂട്ടായ പരിശ്രമമായിരുന്നു. ഇന്ന് അരുൺ ഇവിടെ എത്തിയത് ആ കരുതലിനോടുള്ള കടപ്പാട് അറിയിക്കാനാണ്. ഞങ്ങളുടെ രാജേട്ടനെ വിജയിപ്പിക്കേണ്ടത് വയനാടിനു കൂടി വേണ്ടിയാണ്. 10 കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ജയേഷിന്റെ ഈ വാക്കുകൾ ഒല്ലൂരിലെ വോട്ടർമാരുടെ ഉള്ളുലച്ചു. ദുരന്ത മേഖലയിലെ ദുരന്ത ബാധിതർ എന്താണോ, അവരെ മനസ്സെന്താണോ എല്ലാം അറിഞ്ഞുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ വയനാട്ടുകാരിൽ ഒരാളായിട്ടാണ് രാജേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി, ആ ദുരന്ത ബാധിതർക്ക് വേണ്ടി അന്ന് മുതൽ ഇന്ന് വരെയും പ്രവർത്തിച്ചിട്ടുള്ളത്. രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും മന്ത്രി കാട്ടിയ ആ വേഗതയും ആത്മാർത്ഥതയുമാണ് ഈ ജനതയെ ഇത്ര ദൂരം സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചത്. പ്രചാരണ ചൂടിനിടയിലും ഈ സന്ദർശനം ഒരു ഓർമ്മപ്പെടുത്തലായി. അധികാരത്തിനപ്പുറം മനുഷ്യത്വമാണ് വലിയ രാഷ്ട്രീയമെന്ന് ചൂരൽമലക്കാർ തെളിയിച്ചു. ഒല്ലൂരിൻ്റെ ഈ ജനനായകൻ ഇനി വയനാടിൻ്റെയും പ്രിയപ്പെട്ടവനാണ്. ഹൃദയങ്ങൾ ചേർത്തുവെച്ച ജീവിതത്തിനായി ഒല്ലൂരിനൊപ്പം വയനാടും.